അങ്ങനെ ഇതേ കെട്ടും പാണ്ടുമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളീ പോകുന്ന ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. പോയിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. ആദ്യം ഞാനും ഏട്ടനും മാത്രമേ ഇന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ പ്ലാനൊക്കെ മാറ്റിയിട്ടു. വൈകിട്ടത്തെ ട്രെയിനായിരുന്നു. നല്ല തിരക്കായിരുന്നു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പം ട്രെയിനെല്ലാം കാലിയായിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ വീട് പാലക്കാട് ഒറ്റപ്പാലമാണേ. ആക്ച്വലി സൺഡേ മോർണിംഗ് ഞാനും ചേട്ടനും കൂടി പോകാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് നേരെ തിരുപ്പൂരേക്ക് പോകാനായിരുന്നു പ്ലാൻ. സൺഡേ ഓൾറെഡി അമ്മൂനും മിന്നുസിനൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ ഈവനിങ് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അതാകുമ്പം ഒരു ദിവസം നമുക്ക് അവിടെ നിൽക്കാമല്ലോ. ട്രെയിൻ കണ്ണൂർ ടു ഷൊർണൂർ ആയിരുന്നേ. അങ്ങനെ ഇതേ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നേരെ ബസ് പിടിക്കാൻ വേണ്ടി പോവാണേ. എനിക്കാണെങ്കിൽ ഈ പാലക്കാട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചേച്ചീൻ്റെ വീട്ടിലോട്ട്. ചേച്ചിയുടെ വീട് പണി ആയതുകൊണ്ട് തന്നെ ആളിപ്പോൾ നിൽക്കുന്നൊരു വീടുണ്ട്. പണ്ടത്തെ എല്ലാ ആംബിയൻസോട് കൂടിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. സോ അവിടെ പോയിട്ട് കുറേ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് കയറി വാണിയംകുളം എത്തിയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അളിയൻ വന്നിട്ടുണ്ടായിരുന്നേ. ഫൈനലി നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അമ്മൂമ്മ കൈ പിടിച്ച് പതുക്കെ പതുക്കെ കയറി വന്നത്. ചേച്ചിയെ കണ്ടപ്പോൾ ജാൻവിക്കുട്ടിക്ക് ചെറുതായിട്ട് നാണമൊക്കെ വന്നിട്ടും അതുവരയ്ക്കും അമ്മായി വീട്ടിൽ പോകാന്ന് പറഞ്ഞ് തുള്ളി കളിച്ച ആളാണ് ഇത്. വീട്ടിലെത്താൻ വേണ്ടി ഒരു 8:30 മണിയായിട്ടുണ്ട്. എത്തിയതും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴത്തേക്കും ചേച്ചി ഇത് ഡിന്നറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി, വെള്ളപ്പം, ചോറ്, മീൻ വറുത്തത്, മീൻകറി, പച്ചക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പായസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു ഉറക്കം ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നാളെ ഉത്രാളിക്കാവ് പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.